നമ്മുടെ കേരള PSC പുറപ്പെടുവിച്ച റീസെൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡ്. LSTDക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത എന്ന രീതിയിൽ വന്നൊരു നോട്ടിഫിക്കേഷനാണ്. പക്ഷേ വേക്കൻസീസ് നമുക്ക് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് 2 എന്നുള്ളതാണ്. പക്ഷേ 2 പേർക്കേ ജോലി കിട്ടത്തുള്ളൂ എന്നൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കില്ലേ. 2 പേർക്കേ ഉള്ളെങ്കിൽ ഞാൻ പഠിക്കണോ എന്ന ചോദ്യവും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും. പക്ഷേ അതല്ല, നമുക്ക് LSTD എക്സാം നടക്കുന്നുണ്ട്, ഫസ്റ്റ് ഗ്രേഡ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഗ്രേഡ് മാറ്റി നിർത്തിയ പോലെ LSTD എക്സാം നടക്കുന്നുണ്ട്. PWDയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാം എഴുതുന്ന ആൾക്കാരെല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അപ്പോൾ ഒരു 90% ആൾക്കാരും എല്ലാ ലിസ്റ്റുകളിലും സെയിം ആയതുകൊണ്ട് തന്നെ നല്ല ഓപ്ഷൻസ് കിട്ടുമ്പോൾ അവർ ആ ജോലി മാറ്റിവെച്ച് മറ്റേ ജോലിക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നോൺ ജോയിനിങ് ഡ്യൂട്ടി വേക്കൻസീസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 2 വേക്കൻസി 2 നമ്പർ ചെറുതാണ് എന്ന് വിചാരിച്ച് ഈ പരീക്ഷ അപ്രോച്ച് ചെയ്യാതിരിക്കരുത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ PWD വരാനുണ്ട്, SSC JE വന്നിട്ടുണ്ട്, RRB JE ഉടൻ തന്നെ വരും. ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ. പിന്നെ ISROയിൽ നമുക്ക് സയൻറ്റിസ്റ്റ് പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ സിവിലുകാർക്ക് അവസരങ്ങൾ ഒരിക്കലും തീരുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് ടേം ആയിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് ഈ അവസരം എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. വരുന്ന വർഷങ്ങളിൽ വരുന്ന എക്സാംസ് ഒറ്റയടിക്ക് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഹൗസിംഗ് ബോർഡ് നോട്ടിഫിക്കേഷൻ ഓൾറെഡി നമുക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് ഇതിന് മുന്നേ വന്ന നോട്ടിഫിക്കേഷൻ്റെ നമുക്ക് റാങ്ക് ലിസ്റ്റിൻ്റെയും കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽസിലേക്ക് പോവാം. അതായത് നമുക്ക് ഹൗസിംഗ് ബോർഡിലേക്കും നമുക്ക് LSTD അതുപോലെ തന്നെ KSRTC ഇങ്ങനെയെല്ലാം കമ്പൈൻ ചെയ്തൊരു ഫസ്റ്റ് ഗ്രേഡ് 1 ഇൻസ്ട്രക്ടർ ഇൻ എഞ്ചിനീയറിംഗ് കോളേജസ് ഇങ്ങനെ കുറേ പരീക്ഷകൾ ക്ലബ് ചെയ്ത് നടത്തിയ ഒരു പരീക്ഷയായിരുന്നു കഴിഞ്ഞ തവണ നമുക്ക് വന്നത്. അതും ബേസ് ചെയ്ത റാങ്ക് ലിസ്റ്റ് 27/3/2023 വന്നത്. 2026 ആകുമ്പോഴത്തേക്ക് അത് നമുക്കിപ്പം എക്സ്പയർ ആവാറായിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2026 ആകുമ്പോഴാണ് എക്സ്പയർ ആവുന്നത്. പക്ഷേ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നമ്പർ ഓഫ് അഡ്വൈസസ് പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അഡ്വൈസ് പോയതൊന്നും കൊണ്ടല്ല, ആ എക്സാം എന്ന് പറയുന്നത് LSTD കൂടെയും ഫസ്റ്റ് ഗ്രേഡ് 1 ഇൻസ്ട്രക്ടർ എഞ്ചിനീയറിംഗ് കോളേജസിൽ കൂടെയും അതുപോലെ തന്നെ KSRTC അങ്ങനെ കുറച്ച് കമ്പൈൻഡ് ആയിട്ടുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റുകളിലെല്ലാം ഒരേ ആൾക്കാർ വന്നു. നോൺ ജോയിനിങ് ഡ്യൂട്ടി വഴിയാണ് 40ഓളം അഡ്വൈസസ് പോയിട്ടുള്ളത്. അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെ 40ഓളം അഡ്വൈസസ് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് 2 എന്നുള്ള നമ്പർ ആയിരിക്കത്തില്ല, 10ന് പുറത്തൊക്കെ അഡ്വൈസസ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വെറും 2 വേക്കൻസി എന്ന രീതിയിൽ ഈ ഒരു എക്സാമിനെ തള്ളിക്കളയരുത് എന്നുള്ളൊരു ഒപ്പീനിയനാണ് എനിക്കുള്ളത്. മാത്രമല്ല ലോങ് ടേമിൽ നിങ്ങൾക്ക് വരുന്ന എക്സാംസിനെല്ലാം തയ്യാറെടുക്കാൻ യോഗ്യമായ സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സ് നമ്മുടെ എൻട്രിയിൽ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ നിന്ന് ഒബ്ജക്റ്റീവ് എക്സാമിലേക്ക് സ്വിച്ച് ചെയ്ത് ഇപ്പോൾ SSC JEയുടെ പാറ്റേൺ വേറെയാണ്, നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാംസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എക്സാംസ് വേറെയാണ്. ഇപ്പോൾ ഇനി വാട്ടർ അതോറിറ്റി സെപ്റ്റംബറിൽ നടക്കുന്നു, അതിൻ്റെ നിമി ബേസ്ഡ് ആണ് പഠിക്കേണ്ടത്. അപ്പോൾ ഓരോ എക്സാമിനും ഓരോ രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ എക്സാംസിനൊക്കെ നിങ്ങൾക്ക് എന്താണ് ഒറ്റ രീതിയിൽ പഠിച്ചാൽ പോരാ, ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ വ്യത്യാസമാണ്, പഠിക്കേണ്ട കാര്യങ്ങൾ വ്യത്യാസമാണ്. അപ്പോൾ ഈ വ്യത്യാസം മനസ്സിലാക്കി എടുക്കണം. അത് ഇപ്പോൾ നമ്മൾ ഒരു കോഴ്സ് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ആ എക്സാം മാത്രം SSC വരുമ്പോൾ വേറെ നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സ് ആണെങ്കിൽ ഏത് എക്സാമാണോ നിങ്ങൾക്ക് അപ്പം വരുന്നത് അതിനനുസരിച്ച് സ്വിച്ച് ചെയ്തായിരിക്കും നമ്മൾ കണ്ടൻറ്റും ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സ് നമുക്കൊരു 2 വർഷം കാലയളവിൽ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുക. നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. നിങ്ങൾക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ജോലി തന്നെ ഗ്രാബ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിൽ അത് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും. സോ സിവിൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക, അതല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് വന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ ഈ ചാനലിലൂടെ നമ്മൾ ടെക്നിക്കൽ വരുന്ന പുതിയ നോട്ടിഫിക്കേഷൻസ് അതുപോലെ തന്നെ എക്സാമിന് ഇങ്ങനെ തയ്യാറെടുക്കുക. മാത്രമല്ല എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ മാരത്തോൺ സെഷൻസിലൂടെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.